ഒരു കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ഒരു ലേശം കുറച്ച് ചീര നടാനുണ്ട്. ചീര ഇത് പൊടിച്ചത് അത്രയും പൊടിച്ചിട്ട് വരും. അത് ബാക്കി ഇത് പൊടിച്ചിട്ടില്ല, പൊടിച്ച് കിട്ടിയത് അത് ഞാൻ ഇതിൻ്റെ അകത്ത് ചാക്കിൻ്റെ അകത്ത് പിന്നെ വാർപ്പിലെ പായൽപ്പൊടി ഉണ്ട്. ആ പായൽപ്പൊടീൻ്റെ അകത്ത് നടാൻ വേണ്ടിയിട്ടാണ് പായൽപ്പൊടിയായത്. അങ്ങോട്ട് കടിക്കുന്നു. ഈ പായൽപ്പൊടിയിൽ ഞാൻ നടട്ടെ. ഇപ്പോൾ നടാൻ വേണ്ടിയിട്ടാണ് ആ പായൽപ്പൊടി. അല്ല, ഇതാണ് പായൽപ്പൊടി. മറ്റേത് ഇതാണ് പ്രോട്ടീൻ മിശ്രിതമാണ് ഇതിൻ്റെ അടിയിലുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് വാരി നിറക്കട്ടെ. ഇതിൻ്റെ അടിയിൽ ഞാനെന്ന് വെച്ചാൽ കരിയിലുണ്ട് കുറച്ച്. ആദ്യം കരിയിലിടാം. കരിയിലിട്ടിട്ട് കണ്ടില്ലേ, ഇത് കുറച്ച് വാരി നിറക്കട്ടെ. നിറച്ചിട്ട് ഈ വേണ്ടുന്ന വളം ഇത് തന്നെ കിട്ടാൻ വേണ്ടി എന്നാൽ അത്രയേ നമ്മൾ പ്രോട്ടീൻ മിശ്രിതം കുറച്ചേ ഇടണ്ടു. അതിന് വേണ്ടിയാണ് ഇത് ഇങ്ങനെയുള്ളതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പ്രോട്ടീൻ മിശ്രം ഇതിൽ ഒരുപാട് പൈസയാകും. പ്രോട്ടീൻ മിശ്രം നിറക്കുമ്പോൾ ഒരുപാട് ചിലവാകും. ഇതാകുമ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചേ നിറക്കണ്ട്. ഇത് കണ്ടില്ലേ, പായൽപ്പൊടിയിലേത് ഇത് പായൽപ്പൊടിയാണ്. കണ്ടില്ലേ, ഇത് പായൽപ്പൊടി. ഇതിനകത്ത് ഇതും കൂടി നിറച്ച് ഇല്ലേ, കുറച്ചും കൂടി ഇതാക്കാം. ഇത് ഞാൻ ആ വഴിക്കുന്ന ഇങ്ങനെ ഉണങ്ങിയ പൊടി ഉണ്ടായി ചപ്പുണ്ടായിരുന്നു. അത് ഞാൻ അടിച്ചു കൂട്ടിയിട്ട് കൊണ്ടുവയ്ക്കുക. ഇനി ചപ്പിന് വിഷമം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ചപ്പുണ്ടാവും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് മല്ലിച്ചപ്പിൻ്റെ ഒരു 4-5 മല്ലിച്ചപ്പ് ബാക്കിയിട്ടാണ്. ഇന്നാൾ ഞാൻ പായയിൽ ബാക്കിയുള്ളത് അത്രയും പൊടിച്ചിട്ട് വരും. അത് ഞാൻ അരിഞ്ഞെടുത്തിട്ട് ബാക്കിയിലെ തണ്ട് മുറിച്ച് നടാനാണ് പോകും. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതിനകത്ത് ഇത് നിറച്ചല്ല. ഇതിനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പോട്ടി മിശ്രിതം കൂടി നിറക്കട്ടെ. പോട്ടി മിശ്രിതം നിറക്കട്ട്. ഇതും കൂടി വാരി നിറച്ചിട്ട് പോട്ടി മിശ്രിതം കുറച്ചേ ഇടുണ്ടു. പിന്നെ ഞാൻ മണ്ണിൻ്റെ പണി എടുക്കില്ല. മണ്ണിലെ കൃഷിയാണെന്ന് എല്ലാം ഞാൻ ചെയ്യൽ. ഇതിലെ പോട്ടി മിശ്രിതത്തിൽ എന്തെല്ലാമെന്ന് വെച്ചാൽ പിന്നെ വേപ്പും പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, കുമ്മായം, പിന്നെ കോഴിവളം, പിന്നെ പൊടിവളം, ഇതെല്ലാം കൂടിയിട്ടിട്ട് ആക്കി വെച്ചതാണ്. എന്ന് വെച്ചാൽ അത് അപ്പാടന്നെ ഇടാൻ പാടില്ല. അതുകൊണ്ടാണ് കുറച്ച് ദിവസം മുമ്പിലേ ആക്കി വെക്കുന്നത്. അല്ലെങ്കിൽ അന്നേരം ഇടുന്ന അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിനടുത്ത് ആക്കി വെച്ചത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഇതിൽ നിറക്കട്ടെ. നിറച്ചിട്ട് ഒരു ബാഗിൽ നടാനേ ഉണ്ടാവും. ഒരു ബാഗിൽ മറ്റേതും നടണം. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് നട്ടേ. ഇതിപ്പോൾ കുറേ താവും. അന്നേരം നമുക്ക് ഇട്ട് കൊടുക്കാം. അന്നേരം ചീര കുറച്ച് പൊടിച്ച് നല്ല ഉഷാറായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്താൽ വേഗം പാഞ്ഞോളും. നമുക്ക് ഇതിൽ തന്നെ പൊട്ടിച്ച് കുറേ കാലം പൊട്ടിച്ചെടുക്കാം. ഇത് പൊടിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ പൊടിച്ചിട്ട് പൊരിക്കൊന്നും വേണമെന്നില്ല. പൊട്ടിച്ചിട്ട് പിന്നെയും പൊടിച്ചെടുക്കാം. ഞാൻ ഇത് നടത്തേ. ഇത് മറിഞ്ഞ് വീണ് പോകുന്ന പേടിയുണ്ട്. സ്റ്റൂള് ശരിക്കും നിൽക്കുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ നന്നായി അടുപ്പിച്ചിട്ട് നടണ്ട. കുറച്ച് ദൂരെയാക്കിയിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കുക. ഇതേപോലെ നട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് പൊടിച്ചിട്ട് ഞാൻ കുറച്ച് ചീര പാവിയിട്ടുണ്ട്. ആടെ ഇഷ്ടംപോലെ ആൾ പാവിയിട്ടുണ്ട്. രണ്ട് ബാഗിൽ പാവിയിട്ടുണ്ട്. അത് ഞാൻ പൊരിച്ച് കാണുമ്പോൾ നിങ്ങൾ കാണിക്കും. ഇതിപ്പോൾ ഇതിവിടെ പൊരിച്ച് നടാനാണ് നോക്കുന്നത്. അത് പറിച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരും. ഇതിപ്പോൾ കുറച്ച് നടുന്നില്ല. അത് പറിച്ചിടുന്ന വേറെ രീതിയിൽ നമുക്ക് പറിച്ച് നടാം. ഇതിങ്ങനെ നടാൻ കഴിയുള്ളൂ. അത്രേ ഉള്ളൂ, തയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നടുന്നത്. ഒരാൾ ചോദിച്ചു ചീര നടുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചീര നടുന്നുണ്ട്, തൈ പൊടിച്ചിട്ടായില്ല എന്ന്. അതാണ് ദൂരം നട്ടാലേ അത് വേഗം നല്ല ഉഷാറിൽ വരും. അല്ലെങ്കിൽ അടുത്ത് പോയാൽ കിട്ടില്ല, വളർന്ന് കിട്ടില്ല, നല്ല ശക്തിയോടെ കിട്ടില്ല. അത് തേക്കാലിച്ച് പോവും. അതാണ് ഇപ്പം കണ്ടില്ലേ, ഇതിപ്പോൾ ഇതിൻ്റെ ഈ വാർപ്പിലെ പൊടിയും ഈ കരിയിലയും എല്ലാം കൂടി വളവും എല്ലാം കൂടി നല്ല ഉഷാറായിട്ട് വന്നോളും. ഇതിപ്പോൾ നട്ട് കഴിഞ്ഞു. ഇത് ഞാനിപ്പോൾ നട്ട് കഴിഞ്ഞു. അതാണ് നോക്കട്ടെ. ഇനിയിപ്പോൾ ഇതും കൂടി ഒന്നും കൂടി നട്ടെ. ഇത് ഇതിൻ്റെ അകത്ത്
ഈ ഇത് ഇല ചപ്പ് വാരിയിട്ട് ഉണങ്ങിയ കരിയിലൊക്കെ ഇനിയിപ്പം റബ്ബറിൻ്റെ ചപ്പ് വീണാൽ ഇഷ്ടംപോലെ ഉണങ്ങിയ ചപ്പ് വേനൽക്കാലമില്ലേ ആ സമയത്ത് നല്ലപോലെ നമുക്ക് കരിയില ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ വാരി കൊണ്ടക്കാതെ കൊണ്ടാണ് കണ്ടില്ലേ ഇതേപോലെ നോട്ടിട്ട് ഇതേപോലെ ഇനി വാർപ്പിൻ്റെ മേലെ നിന്ന് അടിച്ചു കൊണ്ടുവരാനുണ്ട്, അടിച്ചു വാരി കൊണ്ടുവരാനുണ്ട്. അത് കൊണ്ടുവന്നിട്ട് വേണം ഇനി മറ്റുള്ളതെല്ലാം നടാൻ. കുറേ ഉണ്ട് അടിച്ചു വാരി കൊണ്ടുവരാനുണ്ട്. കുറേ ഞാൻ കൊണ്ടുവന്നതിനടുക്ക് 2 ചാക്കിനും കൂടി കൊണ്ടുവരാനുണ്ട്. കണ്ടില്ലേ ഞാനിപ്പം ഇത് വാരിയിട്ടേ വാരിയിട്ടിട്ട് വേണം ഇത് ഇങ്ങനെ നല്ലോണം കുത്തി നടക്കത്തില്ല. അല്ലെങ്കിൽ താവും. എന്നാലും നമുക്ക് അരി കുറച്ച് വീർന്ന് കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഇരുന്ന് കിട്ടൂല, ഓടിപ്പോവും. ഇല്ല ഇത് വാരി ഇട്ടിട്ട് ഇതേപോലെ നിങ്ങളും എല്ലാം ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളും നോക്കിക്കോ. എല്ലാം നല്ല ഇതിപ്പം പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ നല്ല ഉണങ്ങിപ്പോകാതെ പിന്നെ മല്ലിച്ചപ്പിൻ്റെ മല്ലിയോ അല്ലെ പുതിനയോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടാകുമ്പോൾ അതിൻ്റെ വേര് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിട്ടാകുമ്പോൾ അതിൻ്റെ വേരെടുത്തിട്ട് മുറിച്ചിട്ട് വേര് കുറച്ച് തലയെടുത്ത് മുറിച്ചിട്ട് അതിൻ്റെ ചപ്പ് നമുക്ക് എടുക്കുകയും ചെയ്യാം, ബാക്കി എടുത്തിട്ട് നമുക്ക് നടുകയും ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്ക് അത്രയും വേണ്ട, കുറച്ച് ഒരു 5-10 തണ്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞരിഞ്ഞ് എടുത്തു കൊടുക്കുമ്പോൾ ഇന്നത്തെ അത്തോടെ നിന്നോളൂ. കുറേ കാലം നമുക്ക് അരിഞ്ഞെടുക്കാം. മറ്റേതാകുമ്പോൾ പിന്നെ നമ്മൾ തയ്യാക്കിയിട്ട് ഒരിക്കടിക്കൽ ഒരുപാട് പണിയെടുക്കണം. ഞാനിപ്പോൾ ഇത് കൂടി ഇട്ടേ അത്രേ കൊണ്ട് ബാക്കി ഇനി അഥവാ വെടിക്കിട്ട് താണിട്ടാകുമ്പോൾ നല്ലപോലെ അമർത്തിട്ടില്ല. കണ്ടില്ലേ ഇതാ ഈ ഇതാണ് നടുന്നത്. ഞാനിത് ഇന്നലെ പൊരിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചു. ആ വേര് ഇനി വെള്ളം ഒരു പൊതിൽ ഇട്ടാൻ പിടിച്ച് വറുത്തിടുന്നല്ലേ. എന്താ കണ്ടില്ലേ ഇതേപോലെ നടുക. ഇതേപോലെ ദൂരം നട്ടാൽ മതി. എന്നാൽ നല്ല ഉഷാറ് നല്ല പടർന്ന് വൃത്തിയിൽ വരും. അതില്ലേ ഇതേപോലെ ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് മല്ലിത്തൈ നട്ടതാണ്. ഇതേ മല്ലിത്തൈ പൊടിപ്പിക്കാനുണ്ട്. ഞാൻ പാക്കറ്റ് കൊണ്ട് ഇതിനടുക്കത്തെ കൊണ്ടുവന്ന് അത്രയും പൊടിച്ച് കിട്ടിയില്ല, കുറച്ചേ പൊടിച്ചിട്ടുള്ളൂ. അതെല്ലാം കുറേ പോയി അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഇത് കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതാ കണ്ടില്ലേ ചീര നട്ടത് കണ്ട, ഇതാ ചീര അത്രേ ഉള്ളൂ. തൈ ഉള്ളൂ, അതിന് തൈ നടാനുണ്ട്. ഇതാ ചീരയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അത് കുറച്ചും കൂടി കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതാ കണ്ടോ ചീരയുണ്ട്, വാടുണ്ട്. 2 ഇല നട്ടിട്ടുണ്ട്. അത് ദേശം പറിച്ച് നടന്നതാണ്. അത് പറിച്ച് നടും, ദേശം പറിച്ച് നടാം. അന്നേരം ഇഷ്ടംപോലെ നടാനുണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും. നമുക്കിപ്പോൾ കൊടുക്കണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളെല്ലാവരും നിങ്ങളെ ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ടാക്കണം എനിക്ക് പറയാനില്ല. വേറെ ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് വേറെ ഒന്നും എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി.